ഹായ് ഓൾ, ഇന്ന് നമുക്ക് പുഴുങ്ങിയ മുട്ട കൊണ്ട് എങ്ങനെ എഗ് ബുർജി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 2 സവോള വലുത്, 4 മുട്ട പുഴുങ്ങിയത്, കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളകും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് മല്ലി ഇല ഇടാം, നല്ലതാണ്. ഞാനത് എടുത്തിട്ടില്ല, ഞാൻ കറിവേപ്പില മാത്രമേ എടുത്തിട്ടുള്ളൂ. ആദ്യം തന്നെ പുഴുങ്ങിയ മുട്ട എടുത്തിട്ട് 4 കഷ്ണമാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നീട് വെജിറ്റബിൾ എല്ലാം കൂടി നമുക്ക് തീരെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം. സാധാരണഗതിയിൽ നമ്മൾ പച്ചമുട്ട ഈ വെജിറ്റബിൾ മസാലയ്ക്കകത്തോട്ട് പൊട്ടിച്ചൊഴിച്ച് ചിക്കിയാണ് എഗ് ബുർജി ഉണ്ടാക്കുന്നത്. ഇനി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പുഴുങ്ങിയ മുട്ട കൊണ്ട് ചെയ്ത് നോക്കൂ. നമ്മൾ പച്ചമുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കുന്നതിലും വളരെ ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും, കാരണം അത്യാവശ്യം കടിച്ച് തിന്നാനെ കൊണ്ട് മുട്ട അതിൽ ഉണ്ട് താനും, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്ക് തീരെ നൈസായിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാനും. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ചാനൽ സബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നീട് ആ ബെല്ലൈക്കണൂടെ ഒന്ന് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കിയിടുക. എങ്കിൽ മാത്രമേ വീഡിയോസൊക്കെ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കാം. വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. നമുക്ക് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇഞ്ചി ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. ഈ പച്ചമുളക് എരിയില്ലാത്തതാണ്, അതും കൊത്തി അരിഞ്ഞെടുത്തു. നമ്മുടെ തക്കാളിയും നമ്മൾ ചെറുതായിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പച്ചക്കറി വലിപ്പത്തിൽ അരിഞ്ഞു കഴിഞ്ഞാൽ അവരത് കഴിക്കത്തില്ല. ഇതാകുമ്പോൾ എല്ലാം കൂടെ അങ്ങ് വെന്ത് അതിലങ്ങ് ചേർന്നിരിക്കും. അത് കാരണം അവർക്ക് സെപ്പറേറ്റ് ചെയ്ത് കളയത്തില്ല, എല്ലാ പച്ചക്കറിയും അവരങ്ങ് കഴിച്ചോളും. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു വിദ്യയാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എല്ലാം കൂടെ വേവിച്ചെടുക്കുക എന്നുള്ളത്. നമുക്കിനിയും പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയുടെ ആവശ്യമുള്ളൂ. അതിലോട്ട് ഞാൻ കടുക് വറക്കുന്നതിന് പകരം വലിയ ജീരകം അല്ലെങ്കിൽ പെരുംജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സവോള ഇട്ട് കൊടുത്തു. സവോള വഴലാനുള്ള ഉപ്പും അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. ഇപ്പോൾ ഏകദേശം സവോള നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് തക്കാളി ഇടാം. തക്കാളിയുടെ വെള്ളം ഇറങ്ങിയിട്ട് സവോള ഒന്നും കൂടെ വെന്ത് വരും. അതിൻ്റെ ഒപ്പം തന്നെ കൊത്തിയ ഇഞ്ചിയും കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വരണം. ആ തക്കാളി എല്ലാം ഒന്ന് വഴന്ന് പച്ചമണം മാറി ഒന്ന് വരണം. ആ സമയത്ത് നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കണം. അതായത് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/4 ടീസ്പൂൺ ഗരം മസാലയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം വേണ്ട. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണല്ലോ ഈ അണ്ട ബുർജി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അധികം വെള്ളം വേണ്ട. ഇതൊന്ന് വേകാൻ വേണ്ടിയിട്ട് വെള്ളം ഇട്ട് കൊടുക്കാം. കൂടെ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം ഇട്ട് ഇളക്കിയാൽ അതങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് സാവകാശത്തിൽ ഇളക്കി യോജിപ്പിക്കുക. ആ വെള്ളം എല്ലാം പറ്റി വരണം. ഞാൻ ഇവിടെ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വെള്ളം എല്ലാം പറ്റി കറി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ബ്രെഡിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത്രയുള്ള റെസിപ്പി. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.